2000 ഓഗസ്റ്റിലാണ് ഇങ്ങനൊരു അമ്യൂസ്മെന്റ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നേരത്തെ റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പോൾ അത് എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ അതെനിക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പുതുമയുള്ളൊരു ബിസിനസ് തുടങ്ങണം. അങ്ങനെയാണ് 98-ൽ ഇതുപോലെയുള്ള ഒരു തീം പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. തീം പാർക്ക് തുടങ്ങിയപ്പോൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് വലിയ എക്സ്പാൻഷൻസ് നടത്തി. പിന്നീട് 2017 സ്നോ പാർക്ക് വന്നു. അത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്രളയം വന്നു, കോവിഡ് മഹാമാരി വന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചിന്തിച്ചത് കുറേയും കൂടിയും വ്യത്യസ്തമായ ഒരു ലൊക്കേഷനിൽ മൾട്ടിപ്പിൾ അട്രാക്ഷൻസ്. അങ്ങനെയാണ് കേബിൾ കാർ. അപ്പോൾ കേബിൾ കാർ ചെയ്യണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം, വലിയ ഇൻവെസ്റ്റ്മെന്റും കൂടുതൽ ലാൻഡ് വേണം. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട്. എന്തായാലും അതെല്ലാം പൂർത്തിയായി. ഈ വരുന്ന 23-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേബിൾ കാർ ഇനോഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കേബിൾ കാറിൽ ജസ്റ്റ് യാത്ര ചെയ്ത് തിരിച്ചു വന്നാൽ അതിൻ്റെ പൂർണ്ണമായ ഒരു ഫീല് കിട്ടില്ല. അങ്ങനെയാണ് ഓപ്പോസിറ്റ് സ്റ്റേഷനിൽ 2 സ്റ്റേഷനുണ്ട്. ഒരു ജംഗിൾ സ്റ്റോം എന്നും പറഞ്ഞൊരു കാർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കാർഡിൻ്റെ അകത്ത് ബേർഡ്സിൻ്റെ ഏവിയറി ഉണ്ട്, പെറ്റ്സിൻ്റെ വിവിധ തരത്തിലുള്ള പെറ്റ്സ് ഉണ്ട്, ഓർണമെൻ്റൽ ഫിഷ് ഉണ്ട്, ട്രൈബൽ ഹട്ട് ഉണ്ട്, ട്രൈബ്സിനെയൊക്കെ കൂടുതൽ അടുത്തറിയാനുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ ഒരു ടൂർ വരുന്ന പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിലവിൽ സിൽവർ സ്റ്റോമിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, അതുപോലെ സ്നോ പാർക്കുണ്ട്, കേബിൾ കാറുണ്ട്, ജംഗിൾ സ്റ്റോം ഉണ്ട്. അപ്പോൾ 4 മേജർ അട്രാക്ഷൻസ് ഒരു ലൊക്കേഷനിൽ. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലെ അധ്വാനം കേരളത്തിൽ വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രോജക്റ്റുകൾക്ക് സേഫ്റ്റി കാര്യങ്ങൾ, അതുപോലെ ലാൻഡ് അവൈലബിലിറ്റി, മറ്റുമെല്ലാം ഇതിൻ്റെ പുറകിൽ വലിയ അധ്വാനം, വലിയൊരു ടീം വർക്ക് ചെയ്തിട്ടാണ്. ഏതാണ്ട് 75ഓളം കോടി രൂപ മുടക്കിയിട്ടാണ് കേബിൾ കാറും ഈ ജംഗിൾ സ്റ്റോമും പൂർത്തിയാക്കിയിട്ടുള്ളത്.